കേരള രാഷ്ട്രീയത്തിൽ പത്തനാപുരം എന്നും ഒരു വികാരമാണ്. ചലച്ചിത്ര താരവും രാഷ്ട്രീയ നേതാവുമായ KB ഗണേഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവവും UDFന്റെ രാഷ്ട്രീയ കരുത്തും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ മണ്ഡലം ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വേർപാടിനു ശേഷമുള്ള പൊതുതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തോടുള്ള വൈകാരികമായ അടുപ്പം വോട്ടായി മാറ്റാനാണ് പത്തനാപുരത്ത് UDF ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയാമ്മനും മകൻ ചാണ്ടിയുമ്മനും മണ്ഡലത്തിൽ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയതോടെ പത്തനാപുരത്തെ പോരാട്ടം ഒരു കുടുംബയുദ്ധം എന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. പുതുപ്പള്ളിക്ക് പുറത്ത് ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഇത്രയും അധികം ഊർജ്ജസ്വലമായി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി വോട്ട് തേടി മറിയാമ്മൻ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും എത്തുമ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു വൈകാരികമായ സന്ദേശമാണ് വോട്ടർമാർക്ക് നൽകുന്നത്. പ്രതികാരം എന്നത് അപ്പയുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കായിരുന്നുവെന്ന മറിയയുടെ പ്രസ്താവന പത്തനാപുരത്തെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. തന്നെ കല്ലെറിഞ്ഞവരോടും വേട്ടയാടിയവരോടും ക്ഷമിച്ച ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം ഉയർത്തിക്കാട്ടുമ്പോൾ മറുവശത്ത് അദ്ദേഹം നേരിട്ട ചതിയുടെ കഥകൾ UDF അക്കമിട്ട് നിരത്തുന്നു. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ രാഷ്ട്രീയമായി തകർക്കാൻ ഗൂഢാലോചന നടത്തിയവർക്ക് ഈ മണ്ഡലത്തിൽ മാപ്പില്ലെന്ന കർശനമായ നിലപാടാണ് മറിയ ഉമ്മൻ സ്വീകരിച്ചിരിക്കുന്നത്. പത്തനാപുരത്തെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ സോളാർ വിവാദം വീണ്ടും കത്തുകയാണ്. സോളാർ കേസ് പ്രതിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ അടങ്ങിയ പേജുകൾ കൂട്ടിച്ചേർത്തത് ഗണേഷ് കുമാർ ആണെന്ന CBI റിപ്പോർട്ടിലെ പരാമർശങ്ങൾ UDF ആയുധമാക്കുന്നു. ഒരു കാലത്ത് UDFന്റെ ഭാഗമായിരുന്ന ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയെന്ന വികാരമാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി നേരിട്ട മാനസിക പീഡനങ്ങൾക്കും അപവാദ പ്രചാരണങ്ങൾക്കും പത്തനാപുരത്തെ വോട്ടർമാർ ബാലറ്റിലൂടെ മറുപടി നൽകണമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. കാലം മാപ്പ് നൽകില്ല എന്ന മുദ്രാവാക്യം പത്തനാപുരത്തെ തെരുവുകളിൽ മുഴങ്ങുമ്പോൾ അത് ലക്ഷ്യം വെക്കുന്നത് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ശേഷവും മണ്ഡലം വിട്ടുപോകാതെ 5 വർഷം പത്തനാപുരത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഇത്തവണ വലിയ ജനപിന്തുണയുണ്ട്. വരുത്തനായി വന്ന് മടങ്ങിപ്പോകുന്നവരല്ല കോൺഗ്രസുകാർ എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പൊതുപ്രവർത്തകന് വേണ്ട സ്വഭാവശുദ്ധിയെക്കുറിച്ചുള്ള ചാമക്കാലയുടെ പരാമർശങ്ങൾ നേരിട്ട് വിരൽ ചൂണ്ടുന്നത് ഗണേഷ് കുമാറിന്റെ മുൻകാല വിവാദങ്ങളിലേക്കാണ്. 5000 കാമുകിമാരെ കുറിച്ചുള്ള ഗണേഷിന്റെ പഴയ പരാമർശം ഓർമ്മിപ്പിച്ചുകൊണ്ട് കുടുംബ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ജനപ്രതിയാണോ അതോ വിവാദങ്ങളിൽ പെട്ടുടലുന്ന ഒരാളാണോ പത്തനാപുരത്ത് വേണ്ടതെന്ന ചോദ്യം അദ്ദേഹം വോട്ടർമാരോട് ചോദിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഗണേഷ് കുമാർ നടത്തിയ പല പരാമർശങ്ങളും രാഷ്ട്രീയ മര്യാദകൾ ലംഘിക്കുന്നതാണെന്ന ആരോപണവും ശക്തമാണ്. ചാമക്കാലയെ ശവംതീനി എന്നും ശവപ്പെട്ടി കച്ചവടക്കാരനെന്നും വിശേഷിപ്പിച്ചത് മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. മരണവീടുകളിൽ പോയി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ കടമയാണെന്നും അതിനെ പരിഹസിക്കുന്നത് മനുഷ്യത്വമില്ലായ്മയാണെന്നും ചാമക്കാല തിരിച്ചടിക്കുന്നു. എനിക്ക് 5000 ഭാര്യമാരില്ല, സന്തോഷമുള്ള ഒരു കുടുംബവും 2 മക്കളുമുണ്ട്. എന്നെ ഭാര്യ തല്ലിയിട്ടില്ല, ഞാൻ ആരെയും തല്ലിയിട്ടില്ല എന്ന ചാമക്കാലയുടെ വാക്കുകൾ ഗണേഷ് കുമാറിന്റെ മുൻകാല കുടുംബ പ്രശ്നങ്ങളിലേക്കുള്ള ഒളിയമ്പുകളാണ്. ഇത് വോട്ടർമാരുടെ ഇടയിൽ സജീവമായ ചർച്ചയായി മാറിക്കഴിഞ്ഞു. R ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്ന പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നടക്കുന്ന 2ാമത്തെ തിരഞ്ഞെടുപ്പാണിത്. കൂടാതെ VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി എന്നീ വമ്പന്മാരുടെ അഭാവവും ഈ തിരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നു. ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലുള്ള വ്യക്തിപരമായ സ്വാധീനം മറികടക്കാൻ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം സഹായിക്കുമെന്നാണ് UDF കരുതുന്നത്. നേരത്തെ തന്നെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ കൂറ്റൻ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ വൈകാരിക പോരാട്ടത്തിന്റെ സൂചനയായിരുന്നു. മറിയ ഉമ്മന്റെ ഗൃഹസമ്പർക്ക പരിപാടികളിൽ ലഭിക്കുന്ന വൻ സ്വീകാര്യത ചാമക്കാലയുടെ വിജയം ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് ക്യാമ്പ് വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാർ കടുത്ത സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയരാകാറുണ്ട്. പത്തനാപുരത്തെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരും രാഷ്ട്രീയ പ്രബുദ്ധരുമാണ്. അവർക്ക് വികസനത്തോടൊപ്പം തന്നെ നേതാക്കളുടെ സ്വഭാവ ഗുണവും പ്രധാനമാണ്. ഗണേഷ് കുമാറിന്റെ വികസന പ്രവർത്തനങ്ങളെ LDF ഉയർത്തിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിക്കാട്ടിയാണ് UDF നേരിടുന്നത്. താൻ പരാജയപ്പെട്ടാലും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ തവണ നൽകി ഉറപ്പ് പാലിച്ച ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഇത്തവണ പത്തനാപുരത്ത് കാത്തു നിൽക്കുന്നത് ഒരു നന്ദി സൂചകമായ വോട്ടാണോ എന്ന് ഫലം വരുമ്പോൾ അറിയാം. പത്തനാപുരത്ത് ഇത്തവണ നടക്കുന്നത് കേവലം 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് 2 രാഷ്ട്രീയ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ ദ്രോഹിച്ചവർക്കെതിരെയുള്ള വിധിയെഴുത്തായി ഈ തിരഞ്ഞെടുപ്പിനെ UDF മാറ്റിമറിച്ചു കഴിഞ്ഞു. മറിയ ഉമ്മന്റെ സാന്നിധ്യം ആവേശമായി എടുക്കുന്ന പ്രവർത്തകർ മണ്ഡലത്തിൽ അരികിലുണ്ട് ചാമക്കാല എന്ന മുദ്രാവാക്യവുമായി മുന്നേറുകയാണ്. വിവാഹ വീടുകളിലും മരണ വീടുകളിലും സാധാരണക്കാരുടെ സുഖദുഃഖങ്ങളിലും കൂടെ നിന്ന സ്ഥാനാർത്ഥിയെ പത്തനാപുരത്തുകാർ നെഞ്ചിലേറ്റുമോ അതോ പതിറ്റാണ്ടുകളായി മണ്ഡലം കൈവശം വെച്ചിരിക്കുന്ന ഗണേഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവം വീണ്ടും ജയിക്കുമോ? കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണിത്. എന്തായാലും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യന്റെ ഓർമ്മകൾ ഇത്തവണ പത്തനാപുരത്തെ ബാലറ്റ് ബോക്സുകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നത് ഉറപ്പാണ്.